വീട്ടിൽ പിടിച്ച പൈനാപ്പിൾ കഴിച്ചോണ്ട് ഇന്നത്തെ കലാപരിപാടികൾ തുടങ്ങാം. ഇഡ്ഡലി ഉണ്ട്, പിന്നെ നമുക്കൊന്ന് ചായ കാച്ചാം. ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ അന്നത്തെ അതേ റെസിപ്പി കാണിച്ച് പറ്റിക്കുകയാണെന്നൊന്നും വിചാരിക്കണ്ട. രാവിലെ ഉണ്ടെങ്കിൽ 3 ഇഡ്ഡലി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് രാത്രി എടുത്ത് കഴിക്കണേന്ന് പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് ഇതിന് പരീക്ഷ നടത്തിയ നിങ്ങളെ കൂടെ കാണിക്കാലോ. കഴിഞ്ഞ ഇഡ്ഡലിയുടെ റെസിപ്പിയിൽ ഇഡ്ഡലി ഫ്രൈ ചെയ്തിട്ടുള്ള റെസിപ്പി ഉണ്ടെന്ന് കമന്റ് വന്നായിരുന്നു. ഇത് നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാം. ഉള്ളത് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള 2-3 ഇൻഗ്രീഡിയൻസ് എന്നെ ഇല്ലായിരുന്നു. എന്റെ അമ്മ എന്നെ വിളിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകും. എന്നിട്ട് ഞാൻ പറക്കി കൊടുക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് തിരിച്ചു വരികയും ചെയ്യും. എടാ ഞാനിതുവല്ലോ അറിയുന്നു. വീട്ടിൽ വന്ന് കുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ സാധനം കാണില്ല. പിന്നുള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കയ്യിൽ വെച്ചുള്ളത് അങ്ങ് ഉണ്ടാക്കി. കുറച്ച് തൈര്, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ കുറച്ച് മാത്രം അരിപ്പൊടി കിട്ടാത്തതിനാൽ ഞാൻ പുട്ടുപൊടിയാണ് എടുത്തത്. അതിന്റെ പേര് ഇനി വല്ല പ്രശ്നം ഉണ്ടാവും അറിയില്ല. കട്ട് ചെയ്ത് വെച്ച് ഇഡ്ഡലി ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ കാണിക്കുന്നത് അഭിനയൊന്നും അല്ല, ശരിക്കും കണ്ടിരിഞ്ഞിട്ടാ. പിന്നെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് ഉപ്പിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതിലൊരു ക്യാപ്സിക്കത്തിന് കുറവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മ സൂപ്പർ മാർക്കറ്റ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലിടാം. അപ്പൊ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ടേസ്റ്റ് അല്ലാതെ ഇതിന്. ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി.